ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ വർഷം മധു സാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, "എനിക്ക് അഭിനയം മടുത്തു. ഉം. എനിക്ക് ഈ സൂപ്പർ താരങ്ങളുടെ അച്ഛനാവുകയും അവരുടെ മെന്റർ ആവുകയും അവസാനം ഇന്റർവെല്ലിന് തൊട്ടുമുമ്പ് മരിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് മടുത്തു. അതുകൊണ്ട് ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നില്ല" ആ എന്നുള്ളതാണ്. സാറിന് അങ്ങനെ ഒരു ഇമോഷൻ എനിക്ക് മധു സാറിനെ പോലെ അത്രയും അവസരങ്ങൾ കിട്ടി മതിച്ച് നടന്ന ആളല്ലല്ലോ. ആ. എനിക്ക് അത്യാവശ്യം ജീവിക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഉം. എനിക്കങ്ങനെ മതിച്ച് നടക്കത്തക്ക വിധത്തിലുള്ള ഒരു വിരക്തി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഇത് വന്നിട്ടില്ല. ഉം. അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഉം. ഈ അവസരങ്ങൾ നമുക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഉം. ഉം. എനിക്ക് ഈ അവസരങ്ങൾ തേടി നടക്കാനും ചാൻസ് വിളിച്ച് ചോദിക്കാനൊന്നും വയ്യ. കാലമൊക്കെ കഴിഞ്ഞു. ഉം. 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 10-60 വർഷമായില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഞാൻ ഒരു 20-ാമത്തെ വയസ്സിൽ മദ്രാസിൽ സിനിമയിലെത്തിയ ആളാണ് ഞാൻ. 66. 66. 68 ഫസ്റ്റ് പടം പുറത്തു വന്നു, കണ്ണൂർ ഡീലക്സ്. അറിയാമല്ലോ. അതെ, അതെ, ആ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 151 പടങ്ങൾ ഇപ്പോൾ ചെയ്തു, ഡയറക്റ്റ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇനി ഞാൻ പോയിട്ട് എല്ലാവർക്കും അറിയാം ഞാനൊരു നടനാണെന്ന്. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കില്ലേ അവർ. ഉം. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് പറ്റിയ റോളുകളും ആ സിനിമകളിൽ വളരെ കുറവാണെന്നാണ് പറയുന്നത്, ഉം. ഉം. പ്രായമായവരുടെ ഉം. ഉള്ളവർ. ഞാനായിട്ട് ഇപ്പം എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് തിരുവനന്തപുരത്ത് 1-2 പടം ചെയ്തു. ഉം. അപ്പോഴാണ് അടൂർ സാറ് വിളിച്ചിട്ട് നല്ല ഒരു റോള്, ഉം. ഈ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടം പദയാത്ര. അത് KV മോഹൻകുമാറിൻ്റെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് ഒരു രണ്ടും കൂടെ ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ്. പേരിട്ടത് അടൂർ സാറാണ്. ഉം. പദയാത്ര എന്ന നോവലിൻ്റെ പേര് മാറ്റിയത്. മറ്റുള്ളൊരു ഇതാണ്. അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു. ഉം. ഉം. അതിൽ തോട്ടത്തിൽ ഊന്ന നായർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്യുന്നത്. അത് അഭിനയ മുഹൂർത്തങ്ങളുള്ള ഉം. ഒരു റോളാണ്. ഉം. ഒരു നടന് ചലഞ്ചായിട്ട് പറയാൻ കഴിയുന്ന മുഹൂർത്തങ്ങളുണ്ട് അതിനകത്ത്. ഉം. ഉം. അത് ഒരുപാട് ആദിവാസി സമൂഹത്തിലെ നടന്മാരെ എനിക്ക് അതിനെപ്പറ്റി കഥയൊന്നും അറിയില്ല കേട്ടോ. അടൂർ സാറിൻ്റെ അങ്ങനെ ഒരു സംഗതിയുണ്ട്. കഥ പറഞ്ഞു തരില്ലേ? കഥയൊന്നും പറഞ്ഞു തരില്ല. എന്നോട് ആരും കഥയൊന്നും പറഞ്ഞിട്ടില്ല. ആ. എൻ്റെ ക്യാരക്ടർ ഇന്നതാണ്, ഒരു ജിന്മിയാണ്. ഉം. ഈ ഭൂമിയുടെയൊക്കെ ഈ മമ്മൂട്ടി വരുമ്പോൾ മമ്മൂട്ടിക്ക് ആശുപത്രിയൊക്കെ കെട്ടാനായിട്ട് സ്ഥലം കൊടുത്തതൊക്കെ ഞാനാണ്. ആ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് അഭിനയിക്കാൻ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓ, അത്രേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അത് എങ്ങനെ വരണമെന്നൊന്നും പിന്നെ ഞാൻ അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും മറ്റുള്ളവർ അഭിനയിച്ചതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് മമ്മൂട്ടിക്ക് വളരെ നല്ല അടുത്ത അവാർഡ് വാങ്ങിക്കാൻ സ്കോപ്പുള്ള റോളാണെന്നും ഒരു ഗാന്ധിയന്റെ റോളാണെന്നൊക്കെ കേൾക്കുന്നു. വളരെ ലോകത്ത് സ്നേഹം ചുരിഞ്ഞു നടക്കുന്ന ഒരാളിൻ്റെ റോളാണെന്ന് കേൾക്കുന്നു. ഉം. 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 ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ന് ഡേറ്റ് വാങ്ങിക്കാൻ ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇന്ന് ഡേറ്റ് വാങ്ങാനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, വായിച്ചാൽ കഴിഞ്ഞിട്ട് അഭിനയിക്കാമെന്നൊക്കെ പറഞ്ഞു പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചു. ഉം. അല്ല, പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കാൻ പോകണേ ഉള്ളൂ എന്നായിട്ട് അടൂർ സാർ പറഞ്ഞു. ആരെടുത്തും പോണ്ട, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയായിരുന്നു മമ്മൂട്ടിക്ക്. അപ്പോൾ ആ സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും കാണണമല്ലോ. കാണണം, അടൂർ സാറിനോടുള്ള വിശ്വാസം എല്ലാം കൊണ്ട് ആ പ്രോജക്റ്റ് അദ്ദേഹം ചെയ്തു. അതുകൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം പറയാനുള്ള, ആ പ്രൊഡക്ഷനിൽ പോയി അഭിനയിച്ചപ്പോഴാണ് ഉം. നമ്മൾ പ്രൊഡക്ഷൻ ഇവിടെ ഒരുപാട് പരാതികൾ പറയണം, കാശ് കിട്ടണില്ല, അത് കിട്ടണില്ല, ഇത് കിട്ടണില്ല, മറ്റേത് കിട്ടണില്ല. ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ മമ്മൂട്ടി കമ്പനി ഡിസൈൻ ചെയ്ത പോലെ ഡിസൈൻ ചെയ്യണം. ഉം. ഡയറക്ടർക്ക് എന്താണ് ആവശ്യം അത് കൊടുക്കും. ഇന്ന ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ ആൾക്കാർ പോയി ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചു, ഡയറക്ടറെ കൊണ്ട് കാണിച്ച് സംതൃപ്തനാണെങ്കിൽ അവിടെ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നു. അവിടെ സെറ്റ് ഇടണമെങ്കിൽ സെറ്റ് ഇടണം. അവിടെ ഇത് നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊക്കെ കാരവനും സൗകര്യങ്ങളും ഒക്കെ തന്നു. ഉം. 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 തന്ന് വളരെ റിച്ചായിട്ട് ആണ്. അല്ല, ഒരു കാര്യവുമില്ല. തന്നു. മാന്യതയും ക്വയറ്റും ഡിസിപ്ലിനും ഒക്കെ അവിടെ നിറഞ്ഞു നിന്നു. ഉം. മറ്റേത് ഇപ്പോഴുള്ള സിനിമയിൽ പോയാൽ, ഞങ്ങളുടെ പഴയ മദ്രാസ് കാലമല്ല ഞാൻ പറയണത്, ഇപ്പോഴത്തെ അല്ലാത്ത സെറ്റുകളിലൊക്കെ പോയ ഒരുപാട് ശബ്ദങ്ങളാണ്. ഉം. ഷൂട്ടിംഗ് നടക്കുമ്പം തന്നെ തൊട്ടടുത്ത് നിന്ന് ആളുകൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇതല്ല, വളരെ ഡിസിപ്ലിനായിട്ട് ഒരു നിശബ്ദത നിലനിർത്തുകയും ആളുകളെല്ലാം അതിൻ്റെ മാന്യത അനുസരിച്ച് പെരുമാറുകയും ഒക്കെ ചെയ്തു. ആർക്കും കാശ് കൊടുക്കുന്നില്ല, ചിലവ് കൊടുക്കുന്നില്ല, അതൊന്നുമില്ല പ്രശ്നം. ഉം. നമ്മളുടെ റോള് തീർന്ന് നമ്മൾ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കൊണ്ട് ഫുൾ തുക നമ്മുടെ ബാങ്കിൽ വരികയാണ്. എന്തൊരു നല്ല രസമുള്ളൊരു സംഭവമാണ്, ആലോചിച്ച് നോക്കൂ.
പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളിൻ്റെ അടുത്ത് നമ്മൾ കാശ് പോലും പറയണ്ട. അവർ നമ്മൾ ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്ന രൂപകളെ പറ്റിയൊക്കെ വിവരമുള്ളവരാണ് അവർ. മമ്മൂട്ടിയുടെ ഉം. പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞ്. അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്ത റോളും അനുസരിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാശ് ബാങ്കിൽ വരും. എന്ത് രസമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പൂർണ്ണമായും പ്രൊഫഷണൽ. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. മനോഹരമായ ഇതെല്ലാവരും പകർത്തണം. ഇവിടെ വണ്ടി വരും, നമ്മളെ കയറ്റും, ലൊക്കേഷനിൽ കൊണ്ടുപോകും, നല്ല ഹോട്ടലിൽ താമസിക്കുക. അത് കഴിഞ്ഞാൽ സെറ്റിൽ ചെന്ന കാരവൻ, നമ്മളവിടെ നിശബ്ദമായിട്ട്, അപ്പോൾ നമ്മളവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. അവിടെ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. സമയമാകുമ്പം വിളിക്കണം, കൊണ്ടുപോകണം, അഭിനയിപ്പിക്കണം. ഒരു സീൻ അഭിനയിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. അതായത് ഒരു വളരെ വളരെ ശക്തമായ ആ സിനിമയിൽ എടുക്കേണ്ടത് അതൊരു പുതിയ രീതിയിലാണ്. സാധാരണ കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു നക്സലൈറ്റ് ആക്രമണമൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഇത് ഒരു പുതിയ ഞാൻ എൻ്റെ കൂടുതൽ പറയുന്നില്ല, സംവിധാന മേഖലയിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള രീതിയിലേക്ക് ആ സീൻ എടുക്കുകയാണ്. അപ്പോൾ ആ സീൻ എൻ്റെ ഒരു സീനാണ്. ആ സീനിൽ ഈ രാത്രിയിൽ ഇയാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ആ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഇയാളുടെ മുഖത്ത് വരുന്ന വികാരങ്ങളിലൂടെയൊക്കെയാണ് കാണിക്കുന്നത്. അത് ഞാനൊരു വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം പിടിപെടുകയും ഒരു സർജറിയെ കഴിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന ആളാണെന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ രാത്രിയൊക്കെ വൈകി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 8 മണി വരെയൊക്കെ പരമാവധി പിടിച്ച് നിൽക്കാമെന്നുള്ളത് കഴിഞ്ഞ് നിൽക്കാൻ. ഇത് ഒരു 10 മണി കഴിഞ്ഞു ഈ സീൻ എടുക്കുമ്പോൾ. അപ്പോൾ സാറ് പറഞ്ഞു തരുന്നതനുസരിച്ച് അദ്ദേഹമാണെങ്കിൽ എന്നെക്കാളും പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു തന്ന ഈ രാത്രിയിൽ നിൽക്കുന്ന എനർജി ഉണ്ടല്ലോ, സമ്മതിക്കണം. അതിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ അന്ന് സീൻ എടുത്തപ്പോഴത്തേക്ക് ആക്ച്വലി എൻ്റെ അഭിനയം പോരാ. പക്ഷേ എൻ്റെ അവശത മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം അന്ന് ഇത് മതി എന്നുള്ള കണ്ടീഷനിൽ അങ്ങ് വിട്ടു. പക്ഷെ എന്നിട്ട് എന്നെ നാട്ടിലേക്ക് അയച്ചു. 2 ദിവസം കഴിഞ്ഞ് ഇവിടെ കാറ് വന്നു, ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ എൻ്റെ അടുത്ത് കാരവനിൽ കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അവിടെ ഷൂട്ടിംഗ് ഒക്കെയാണ് പകൽ. ഞാനവിടെ കിടന്നു. രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് ഈ സീൻ എടുത്തു. അപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ ഫ്രഷായിട്ട് ഈ സീൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ ചേഞ്ച് പടത്തിൽ കാണാം. എനർജറ്റിക് ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് ആ സീൻ ഗംഭീരമായിട്ട് എനിക്കും നല്ല ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞു. അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിച്ച് കാണിച്ച്, കണ്ടോ വ്യത്യാസം കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അന്ന് എനിക്ക് പറ്റും, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എടുത്തത്. അദ്ദേഹത്തിന് ഇപ്പോഴും ഈ പുതിയ സിനിമകൾ കാണാനും അതിൽ നിന്ന് പഠിക്കാനും അത് മനസ്സിലാക്കാനും, അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള സിനിമാ സങ്കേതങ്ങളെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് പുതിയൊരു ഭാഷയും ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ഫയർ അടൂർ സാറിൽ ഇപ്പോഴും നേരിട്ട് കാണാനായി. അയ്യോ, അത്ഭുതമാണ് ആ മനുഷ്യൻ. അവിടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുടെ അടുത്തും നിങ്ങൾ ചോദിച്ചു നോക്കും. അദ്ദേഹത്തിനേക്കാളും 4-5 വയസ്സ് താഴെയുള്ള ആളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ എനർജിയും ആ ബുദ്ധി ചൈതന്യതയും എനിക്ക് കാണിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ എനർജി പോകുന്ന ഒരു സമയമുണ്ട്, അതുവരെയൊക്കെ പിടിച്ച് നിൽക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ പാടിപ്പോകും. ഇദ്ദേഹം നമുക്ക് എണീറ്റ് വന്ന് അഭിനയിച്ച് കാണിച്ച ആ ഡെപ്ത് ഉണ്ടല്ലോ, ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓരോരുത്തരും മഹാന്മാരാവുന്നതിൽ ചെറിയ കാര്യമൊന്നുമല്ല, അതിൻ്റെ ആ മഹത്വം അവരിൽ ഉള്ളത് കൊണ്ടാണ്. അടൂർ സാറൊക്കെ കാലത്തിനതീതമായി നിലനിൽക്കുന്ന നമ്മുടെ അവിടെ എപ്പോഴായാലും എന്ത് രീതിയിലായാലും അംഗീകരിക്കേണ്ട ഒരു സംവിധായക പ്രതിഭ തന്നെയാണ് അദ്ദേഹം.